ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് സ്കൂൾ ഓപ്പണായി. അപ്പോൾ ഇനി നമുക്ക് രാവിലെ അവർക്ക് കൊണ്ടുപോകാനുള്ള ടിഫിൻ റെഡിയാക്കാനുള്ള തിരക്കൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് പനീർ വെച്ചിട്ടുള്ള റോളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട്, എന്നാലും വേഗം ഒന്ന് കാണിച്ചു പോകാം. കുട്ടികളുടെ ടിഫിൻ ബോക്സ് റെഡിയാക്കുന്നതല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് തൈര് എടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ജിഞ്ചർ ഗാർലിക് നന്നായി ചതച്ചെടുത്തിട്ട് കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് മാരിനേഷന് വേണ്ടി വെക്കണം. പക്ഷേ എനിക്ക് ടൈമില്ലാത്ത കാരണം 10 മിനിറ്റേ ഞാൻ വെക്കണുള്ളൂ. ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ തൈരൊക്കെ ചേർത്തില്ല, അപ്പോൾ നന്നായി വെള്ളം ഉണ്ടാവും. എന്നിട്ട് വറ്റിച്ചതായി ഒരു പരിവാകുമ്പോൾ ഇഷ്ടമുള്ള പച്ചക്കറി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയും കൂടി ചേർത്താലാണ് അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ശരിക്കും വരുള്ളൂ. പക്ഷേ സവാള നിർഭാഗ്യവശാൽ ഉണ്ടായില്ല. നോക്കിയപ്പോഴാണ് ഇന്നലെ ഷോപ്പിൽ പോയിട്ട് സവാള വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് വന്ന് സവാള മാത്രം മറന്നുപോയി. അപ്പോൾ എന്തായാലും ആ പച്ചക്കറി കൂടി ചേർത്ത് അത് ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം. ഇനി ഞാൻ കുറച്ച് മൈനീസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന എഗ്ഗ് വെച്ചിട്ടുള്ള മൈനീസാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് റോളിനുള്ള ആ ഒരു ചപ്പാത്തി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ ആട്ടയും പിന്നെ ഒരു 3 ടീസ്പൂൺ മൈദയും കൂടി ചേർത്തിട്ട് കുഴച്ചെടുത്തേക്കുന്നത്. എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, കുഴയ്ക്കുമ്പോഴും ഇല്ല വേവിക്കുമ്പോഴും ഇല്ല. എന്നുവെച്ചാൽ ഓൾറെഡി ഈ മൈനീസിൽ നല്ലോണം എണ്ണയുണ്ട്. പിന്നെ നമ്മൾ പനീർ ഉണ്ടാക്കിയപ്പോഴും എണ്ണ ചേർത്തു. മൊത്തത്തിൽ എണ്ണ അത് ആവണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത്. പിന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ നടുക്കായിട്ട് ആദ്യം ടൊമാറ്റോ കെച്ചപ്പും പിന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മൈനീസും പിന്നെ ഈ ഒരു പനീർ മസാലയും കൂടി ചേർത്ത് ഇങ്ങനെ റാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകണ്ടതല്ലേ, അപ്പോൾ കൈമൊന്നും ആവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ആ ഒരു റാപ്പിംഗ് പേപ്പറും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ കുട്ടികൾക്ക് കൊടുത്തയച്ചാൽ പിന്നെ അവരാകെ കയ്യിലൊക്കെ ആ ഒരു മൈനീസൊന്നും ആക്കാണ്ടിരിക്കും. അങ്ങനെ ഞാൻ 2 ഉണ്ടാക്കിയിട്ട് ടിഫിൻ ബോക്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മോൻ പറഞ്ഞു അവൻ ഒരെണ്ണം കൂടി വേണമെന്ന്. അങ്ങനെ അപ്പോൾ വേഗം മോൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കി ടിഫിൻ ബോക്സിലാക്കി കൊടുത്തയച്ചു. അപ്പോൾ ഇന്ന് ഫുൾ ഡേ ഒന്നും ഇല്ല കേട്ടോ, ഫസ്റ്റ് ഡേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മോൾക്ക് 10:30 വരെയും മോന് 12:30 വരെ ഉള്ളൂ. അപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ലഞ്ച് ബ്രേക്ക് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പനീർ റോൾ ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പി അല്ലേ ഇത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.